ഗുഡ് ഈവനിങ്. നമ്മൾ ഫിസിക്സിൻ്റെ വീണ്ടും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഏകദേശം ഞാനൊരു കാപ്പിലറി റൈസ് വരെയുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളിലൊന്നാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഡിഫറൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോട് കൂടിയ ഒരു ട്യൂബ് എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യുകയാണ്. ഡിഫറൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോട് കൂടിയ ഒരു ട്യൂബ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ എൻഡുകൾക്ക് എ എന്നും ബി എന്നും കൊടുക്കുന്നു പേര്. എ എന്ന് പറയുന്ന എൻഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A1 എന്നും ബി എന്ന് പറയുന്ന എൻഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 എന്നും ഞാൻ സങ്കല്പിക്കുന്നു. അവിടെ ഞാൻ പറയുന്നു A1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആരാണ്, A2 ആണ്. അതായത് എ എന്ന് പറയുന്ന എൻഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലും ബി എന്ന് പറയുന്ന എൻഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുമാണ്. അപ്പോൾ എ എന്ന് പറയുന്ന എൻഡിലൂടെ ഒരു ലിക്വിഡ്, ഒരു നോൺ വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡ് V1 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ എൻ്റർ ചെയ്യുകയാണ്. ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് സ്ട്രീം ലൈൻ ഫ്ലോയിലാണ്. അപ്പോൾ നമ്മളവിടെ ഒരു സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിനകത്തുള്ള എല്ലാ പാർട്ടിക്കിളും ഒരേ വെലോസിറ്റിയോടുകൂടിയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ഫ്ലോയിലാണ് നമുക്ക് പറയാം. ഓക്കെ, ഒരു ലിക്വിഡിനകത്തുള്ള എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യുന്നു, സെയിം വെലോസിറ്റിയോടുകൂടിയും അതുപോലെ പാരലായിട്ടുമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടിക്കിൾ നമുക്ക് സ്ട്രീം ലൈൻ ഫ്ലോയിലാണെന്ന് പറയാം. അങ്ങനെ സ്ട്രീം ലൈൻ ഫ്ലോയിലുള്ള ഒരു നോൺ വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡ് ഈ എ എന്ന് പറയുന്ന എൻഡിലൂടെ കടന്നു. എന്നിട്ട് അത് ബി എന്ന് പറയുന്ന എൻഡിലൂടെ പുറത്തേക്ക് വരികയാണ്. ആ പുറത്തേക്ക് വരുന്ന വെലോസിറ്റി ഞാൻ ആരായിട്ട് എടുക്കുന്നു, V2 എന്ന് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് വോളിയം ഓഫ് ലിക്വിഡ് പെർ സെക്കൻഡ് അറ്റ് ദ എൻഡ് എ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് എ എന്ന് പറയുന്ന എൻഡിൽ ഒരു സെക്കൻഡിൽ എത്ര വോളിയം ഓഫ് ലിക്വിഡ് എൻ്റർ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ആ വോളിയം ഓഫ് ലിക്വിഡ് A1 ഇൻറ്റു ആരെന്ന് എടുക്കാം, V1 എന്ന് എടുക്കാം, ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് എടുക്കാം. അപ്പോൾ അത് വോളിയമായി. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ലിക്വിഡ് എൻ്ററിങ് പെർ സെക്കൻഡ് അറ്റ് എ നമ്മൾ നോക്കുകയാണ്. അതായത് എ എന്ന് പറയുന്ന എൻഡിലൂടെ കടന്നു പോകുന്ന ലിക്വിഡിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു ആരെന്നാണ്, വോളിയം എന്നാണ്. ഡെൻസിറ്റി ഇൻറ്റു ആരാണ്, വോളിയം എന്നാണ്. അപ്പോൾ ഞാൻ അതിനെ ഒന്നുകൂടി എടുക്കുന്നു, ഡെൻസിറ്റി ഞാൻ എടുക്കുന്നു ρ1 എന്നും വോളിയം നമ്മൾ കണ്ടുപിടിച്ചു A1 ആരാണ്, V1 ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന എൻഡിലൂടെ കടന്നു പോകുന്ന ലിക്വിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആരാണ്, ρ1 ഇൻറ്റു A1 V1 എന്നാണ്. അതുപോലെ ഈ വരുന്ന ലിക്വിഡ് ഈ ബി എന്ന് പറയുന്ന എൻഡിലൂടെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ലിക്വിഡ് ലീവിങ് പെർ സെക്കൻഡ് അറ്റ് ബി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് ബി എന്ന് പറയുന്ന എൻഡിലൂടെ എത്ര വോളിയത്തിലുള്ള ലിക്വിഡ് ലീവ് ചെയ്യുന്നു നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അത് ഈക്വൽ ടു നമുക്ക് A2 ഇൻറ്റു ആരെന്ന് എഴുതാം, V2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമിലർലി മാസ് ഓഫ് ലിക്വിഡ് ലീവിങ് പെർ സെക്കൻഡ് അറ്റ് ബി അല്ലേ, ബി എന്ന് പറയുന്ന എൻഡിലൂടെ പുറത്തേക്ക് പോകുന്ന ലിക്വിഡിൻ്റെ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ആ വോളിയത്തെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എടുക്കുന്നു ഈ പുറത്തേക്ക് പോകുന്ന ലിക്വിഡിൻ്റെ ബി എന്ന് പറയുന്ന എൻഡിൽ അതിൻ്റെ ഡെൻസിറ്റി ഞാൻ ρ2 എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഡെൻസിറ്റി ρ2 ഇൻറ്റു ആരെന്ന് എഴുതാം, A2 V2 എന്ന് എഴുതാം അല്ലേ. ഇനി ഞാൻ എടുക്കുന്നു, നമുക്കൊരു ലിക്വിഡ് എ എന്ന് പറയുന്ന എൻഡിലൂടെ എത്ര ലിക്വിഡാണോ എൻട്രി ചെയ്യുന്നത് അതേ ലിക്വിഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ബിയിലൂടെ പുറത്തേക്കും പോകുന്നത് അല്ലേ. അങ്ങനെയാണ് എങ്കിൽ ഈ മാസ് ഓഫ് ലിക്വിഡ് എൻറ്ററിങ് പെർ സെക്കൻഡ് അറ്റ് എ എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും, മാസ് ഓഫ് ലിക്വിഡ് ലീവിങ് പെർ സെക്കൻഡ് അറ്റ് ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ട് ഇക്വേഷനോട് ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്താ എഴുതാം, മാസ് ഓഫ് ലിക്വിഡ് entering
per second at A is equal to mass of liquid leaving per second at B എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി എഴുതുന്നു. ρ1 ഈസ് ഈക്വൽ ടു ρ2 A2 ആരെന്ന് എഴുതാം, V2 എന്ന് എഴുതാം. ഇനി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ നമ്മളെടുക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്ന ഒരു നോൺ കംപ്രസിബിൾ ലിക്വിഡ് ആയതുകൊണ്ട് ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് എയിലൂടെ എൻ്റർ ചെയ്യുന്ന ലിക്വിഡിൻ്റെ അതേ ഡെൻസിറ്റി ആയിരിക്കും ബിയിലൂടെ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെൻസിറ്റികൾ ഈക്വലായിട്ട് എടുത്തുകൂടെ? അപ്പോൾ എന്ത് വരും നമ്മുടെ ഇക്വേഷനിൽ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു നോൺ കംപ്രസിബിൾ അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ലിക്വിഡ് ആണെങ്കിൽ ρ1 എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും, ρ2 ഈക്വൽ ആയിരിക്കും. അതായത് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? therefore ρ ഇൻറ്റു A1 V1 ഈസ് ഈക്വൽ ടു നമുക്ക് ρ ഇൻറ്റു ആരെന്ന് എഴുതാം, A2 V2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് ഡെൻസിറ്റി ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് റോയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് A1 V1 ഈസ് ഈക്വൽ ടു ആരെന്നാണ്, A2 V2 എന്നാണ്. അതായത് എത്ര വോളിയം ഓഫ് ലിക്വിഡ് ആണോ അതിലേക്ക് എൻ്റർ ചെയ്യുന്നത് അതേ അളവിലുള്ള ലിക്വിഡ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ therefore നമുക്ക് പറയാം AV എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു ദറ്റ് ഈസ് AV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ്. ദറ്റ് ഈസ് AV ഈസ് ഈക്വൽ ടു ആരെന്നാണ്, ഒരു കോൺസ്റ്റൻ്റ് എന്നാണ് നമുക്ക് വരുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ദിസ് ഈസ് നോൺ ആസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അല്ലേ. ഇതിന് നമ്മൾ അറിയപ്പെടുന്ന പേരാണ് എന്താ, ദിസ് ഈസ് നോൺ ആസ് ഇക്വേഷൻ ഓഫ് ആര്, കണ്ടിന്യൂറ്റി. അപ്പോൾ ഇക്വേഷൻ ഓഫ് ആര്, കണ്ടിന്യൂറ്റി. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് AV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ്, അല്ലെങ്കിൽ A1 V1 ഈസ് ഈക്വൽ ടു ആരെന്നാണ്, A2 V2 എന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ therefore നമുക്ക് AV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ AV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് V ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ഇൻറ്റു ആരെന്ന് എഴുതാം, 1/A എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് therefore V പ്രൊപ്പോർഷണൽ ടു നമുക്ക് ആരെന്ന് എഴുതാം, 1/A നമുക്ക് എഴുതി കൂടെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എവിടെയാണോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് കൂടുതൽ, അപ്പോൾ അവിടെയുള്ള വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി, ലിക്വിഡിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, കുറവ് ആയിരിക്കും. വോളിയം അല്ല, വെലോസിറ്റി എന്തായിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എവിടെയാണോ കുറവ് അവിടെ ലിക്വിഡിൻ്റെ വെലോസിറ്റി കുറവും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എവിടെയാണോ കുറവ് അവിടെ ലിക്വിഡിൻ്റെ വെലോസിറ്റി കൂടുതലും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എവിടെയാണോ കൂടുതൽ അവിടെ ലിക്വിഡിൻ്റെ വെലോസിറ്റി എന്തുമായിരിക്കും, കുറവും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിഗറിനകത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും A എന്ന് പറയുന്ന എൻഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. അപ്പോൾ അവിടെ A എന്ന് പറയുന്ന എൻഡിൻ്റെ ഏരിയ കൂടുതലായതുകൊണ്ട് അവിടെ ലിക്വിഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. എന്നാൽ B എന്ന് പറയുന്ന എൻഡിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവായതുകൊണ്ട് ആ ലിക്വിഡിൻ്റെ വോളിയം വെലോസിറ്റി എന്തായിരിക്കും, കൂടുതൽ ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മളൊന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മളൊരു എന്താ എടുത്തത്, ഒരു ട്യൂബ്, ഡിഫറെൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോട് കൂടി ഒരു ട്യൂബ് കൺസിഡർ ചെയ്യുന്നു. അതിൽ A എന്ന് പറയുന്ന ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ A1 എന്നും B എന്ന് പറയുന്ന ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആരെന്ന് എടുക്കുന്നു, A2 എന്നും എടുക്കുന്നു. ഇനി അതിലേക്കൊരു നോൺ വിസ്കസ് ആയിട്ടുള്ള സ്ട്രീം ലൈൻ ഫ്ലോയിലുള്ള ലിക്വിഡ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അത് ഫ്ലോ ചെയ്യുകയാണ്. A എന്ന് പറയുന്ന ഇതിൽ ആ ലിക്വിഡിൻ്റെ വെലോസിറ്റി V1 എന്നും B എന്ന് പറയുന്ന ഇതിൽ ലിക്വിഡിൻ്റെ വെലോസിറ്റി ആര്, V2 എന്നും എടുക്കുന്നു. ഇനി ഞാൻ എടുക്കുന്നു A1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആരാണ്, A2 ആണ്. ഇനി വോളിയം ഓഫ് ലിക്വിഡ് പെർ സെക്കൻഡ് അറ്റ് A എന്ന് പറയുന്നത് A1 ഇൻറ്റു V1 എന്നാണ്. അതുപോലെ നമുക്ക് വോളിയം അറിയാമെങ്കിൽ മാസ് കണ്ടുപിടിക്കാം. മാസ് ഓഫ് ലിക്വിഡ് എൻ്ററിങ് പെർ സെക്കൻഡ് അറ്റ് A എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ρ1 A1 V1 എന്ന് വരും. അതുപോലെ നമ്മൾ സിമിലർലി എൻ്റർ ചെയ്യുന്ന ലിക്വിഡ് കണ്ടുപിടിച്ചെങ്കിൽ ലീവ് ചെയ്യുന്ന ലിക്വിഡ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാസ് ഓഫ് ലിക്വിഡ് ലീവിങ് പെർ സെക്കൻഡ് അറ്റ് B എന്ന് പറയുന്നത് നമുക്ക് കിട്ടി ρ2 A2 V2 എന്നാണ്. അപ്പോൾ
ഇനി മാസ് ഓഫ് ലിക്വിഡ് എൻ്ററിങ് പെർ സെക്കൻഡ് അറ്റ് എ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ലിക്വിഡ് ലീവിങ് പെർ സെക്കൻഡ് അറ്റ് ബി ആണ്. അപ്പോൾ നമ്മുടെ ആ ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ρ1 a1 b1 ഈസ് ഈക്വൽ ടു ρ2 a2 v2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ലിക്വിഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ρ1 ഈസ് ഈക്വൽ ടു ρ2 ആണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് a1 v1 ഈസ് ഈക്വൽ ടു ആരെന്ന് വരും, a2 v2 എന്നാണ് കിട്ടുന്നത് അല്ലേ. a1 v1 ഈസ് ഈക്വൽ ടു a2 v2 എന്ന് കിട്ടും. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അല്ലെങ്കിൽ നമുക്ക് പറയാം AV. നമുക്ക് ജനറലായിട്ട് AV ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം, എ കോൺസ്റ്റൻ്റ് എന്ന് പറയാം. അപ്പോൾ AV എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് V എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ലിക്വിഡ് ആർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. എവിടെയാണോ ഏരിയ കൂടുതൽ അവിടെ വെലോസിറ്റി ഓഫ് ലിക്വിഡ് കുറവായിരിക്കും. ഇനി എവിടെയാണോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതൽ അവിടെ വെലോസിറ്റി ഓഫ് ലിക്വിഡ് എന്തായിരിക്കും, കുറവായിരിക്കും. എവിടെയാണോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവ് അവിടെ വെലോസിറ്റി ഓഫ് ലിക്വിഡ് കൂടുതലും. ഇനി എവിടെയാണോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതൽ അവിടെ വെലോസിറ്റി ഓഫ് ലിക്വിഡ് എന്തുമായിരിക്കും, കുറവും ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എനർജി ഓഫ് എ ലിക്വിഡ് എന്നാണ്. അതായത് ഒരു ലിക്വിഡ് മോഷനിലിരിക്കുന്ന ഒരു ലിക്വിഡ് പൊസസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എനർജിയെക്കുറിച്ചാണ്. അപ്പോൾ ഒരു മോഷനിലിരിക്കുന്ന ലിക്വിഡ് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, പൊസസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷർ എനർജി. എന്ത് വിളിക്കും, പ്രഷർ. അപ്പോൾ ഒരു മോഷനിലിരിക്കുന്ന ലിക്വിഡ് പ്രധാനമായിട്ട് പൊസസ് ചെയ്യുന്നത് 3 ടൈപ്പ് ഓഫ് എനർജിയാണ്. ഒന്നാമത്തെ എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷർ എനർജി എന്ന് വിളിക്കും അല്ലേ. രണ്ടാമത്തെ എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി. എന്ത് എനർജിയാണ്, കൈനറ്റിക്. അപ്പോൾ ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് എനർജിയാണ് പൊസസ് ചെയ്യുന്നത്. ഒന്നാമത്തെ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേര് പ്രഷർ എനർജി എന്നും, രണ്ടാമത്തെ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി, മൂന്നാമത്തെ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് അതിൽ ആദ്യം പ്രഷർ എനർജി എന്താണെന്ന് നോക്കാം. ഒരു ലിക്വിഡിന് അതിൻ്റെ പ്രഷറിൻ്റെ ഫലമായിട്ട് ആ ലിക്വിഡ് എക്സെറ്റ് ചെയ്യുന്ന പ്രഷറിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷർ എനർജി എന്ന് പറയും. അപ്പോൾ ഒരു പ്രഷർ എനർജി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രഷർ എനർജി നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രഷർ എനർജി എന്ന് പറയുന്നത് ഒരു ലിക്വിഡിന് അതിൻ്റെ പ്രഷറിൻ്റെ ഫലമായിട്ട് ആ ലിക്വിഡിനുണ്ടാകുന്ന എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, പ്രഷർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രഷർ എനർജി ഓഫ് എ ലിക്വിഡ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാനൊരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുന്നു. ആ പാത്രത്തിൻ്റെ ഒരു എൻഡിൽ ഞാനൊരു ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ലിക്വിഡ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലിക്വിഡ് ഫില്ല് ചെയ്തിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് h ആണെന്ന് വിചാരിക്കുക. അതാ ഈ എൻഡ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. അതാ ആ ലിക്വിഡിൻ്റെ ഹൈറ്റ് h എന്ന് ഞാൻ സങ്കല്പിക്കുന്നു. ഞാൻ ഇവിടെ ലിക്വിഡിലേക്കൊരു ലിക്വിഡ് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ആ പ്രഷർ ഞാൻ P എന്ന് എടുക്കുന്നു. ലിക്വിഡ് എക്സെറ്റ് ചെയ്യുന്ന പ്രഷർ P ആണ്. അപ്പോൾ ആ P എന്ന് പറയുന്ന പ്രഷർ എക്സെറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ പിസ്റ്റൺ എക്സ് ഡിസ്റ്റൻസ് എന്ത് ചെയ്തു എന്ന് വിചാരിക്കുക, മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ആ പിസ്റ്റൺ അല്ലെങ്കിൽ ആ പ്രഷർ ലിക്വിഡിൻ്റെ പ്രഷർ ചെയ്ത വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വർക്ക് എന്ന് പറയുന്ന ആ ലിക്വിഡിലേക്ക് ആ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പിസ്റ്റണിൽ ആ പ്രഷർ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രഷർ ചെയ്യുന്ന വർക്ക് ഞാൻ W എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് W ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ആരെന്ന് എടുക്കാം, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോഴ്സ്. വർക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് ഫോഴ്സ് ഇൻറ്റു ആരെന്ന് എടുക്കാം, ഡിസ്റ്റൻസ് എന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ പ്രഷർ P ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ A എന്ന് എടുക്കുന്നു, ഇൻറ്റു ഡിസ്റ്റൻസ് നമുക്ക് ആരെന്ന് എടുക്കാം, X എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ലിക്വിഡ് ആ കണ്ടെയ്നറിലേക്ക് ഒരു പ്രഷർ എക്സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രഷർ എക്സെറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ പിസ്റ്റൺ X ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ ആ ലിക്വിഡ് ചെയ്ത വർക്ക് കണ്ടുപിടിക്കാനായിട്ട് W ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ആരെന്ന് എടുക്കാം, ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഫോഴ്സ് എന്ന് പറയുന്ന പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് എടുക്കാം. അപ്പോൾ P ഇൻറ്റു A ഇൻറ്റു X എന്ന് എടുക്കാം. ഇത് വർക്കാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രഷർ എനർജി എന്ന് പറയുന്നത്
വർക്കിന് ഈക്വൽ ആയിരിക്കും അല്ലേ. എനർജി എന്ന് പറയുന്നത് വർക്കിന് ഈക്വൽ ആണ്. അപ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്സാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. യൂണിറ്റ് മാസ്സിലുള്ള എന്ത് കണ്ടുപിടിക്കുന്നു ഞാൻ? പ്രഷർ എനർജി കണ്ടുപിടിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് നമുക്ക് പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ PAX ആണ്, ഡിവൈഡഡ് ബൈ മാസിന് ഞാൻ ആരെന്ന് എടുക്കുന്നു? M എന്ന് എടുക്കുന്നു. പക്ഷേ നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് ആരാണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നാണ്. അപ്പോൾ PAX ഡിവൈഡഡ് ബൈ ഞാൻ വോളിയം എന്ന് പറയുന്നത് A ഇൻറ്റു എക്സ് എന്നും ഡെൻസിറ്റി ആരെന്ന് എടുത്താൽ റോ എന്നും എടുക്കുകയാണെങ്കിൽ നമുക്ക് AXഉം AXഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് P/ρ എന്ന് കിട്ടിയല്ലേ. അപ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് ആരാണ്? P/ρ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മോഷനിലിരിക്കുന്ന ലിക്വിഡ് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. അതിൽ നമ്മൾ ആദ്യം നോക്കിയത് പ്രഷർ എനർജിയാണ്. പ്രഷർ എനർജി ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി? പ്രഷർ എനർജി ഓഫ് എ ലിക്വിഡ് പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് P/ρ, പ്രഷർ ബൈ ഡെൻസിറ്റി എന്ന് കിട്ടിയല്ലേ. ഇനി നമുക്ക് നോക്കേണ്ടത് 2 ടൈപ്പ് ഓഫ് എനർജി കൂടിയുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എനർജി നോക്കാൻ പോവുകയാണ്, പൊട്ടൻഷ്യൽ എനർജി. ആരാണ്? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഞാൻ പറഞ്ഞു ലിക്വിഡ്, മോഷനിലിരിക്കുന്ന ലിക്വിഡ് പ്രോസസ്സ് ചെയ്യുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു ഹൈറ്റിൻ്റെ ഫലമായിട്ട് ഒരു ലിക്വിഡിനുണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ലിക്വിഡ് നമുക്ക് എന്താണെന്ന് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh എന്നാണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ മാസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ mgh ഡിവൈഡ് ബൈ M എന്നാണ്. അപ്പോൾ M എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? GH എന്ന് കിട്ടി അല്ലേ. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ്, യൂണിറ്റ് മാസ് എന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് mgh ഡിവൈഡ് ബൈ M എന്നാണ്. അപ്പോൾ GH എന്ന് കിട്ടി. അപ്പോൾ എന്താ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ ഒരു ലിക്വിഡിന് അതിൻ്റെ ഹൈറ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജി, ഹൈറ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് G/H എന്നാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ് എന്നാണ്. അടുത്തത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് എനർജിയാണ് ആര്? നമുക്ക് കൈനറ്റിക് എനർജി. ആരാ? കൈനറ്റിക് എനർജി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു ലിക്വിഡിന് അതിൻ്റെ മോഷൻ്റെ ഫലമായിട്ട്, മൂവിങ് എന്നുണ്ടെങ്കിൽ ആ ലിക്വിഡ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ ലിക്വിഡിനുണ്ടാകുന്ന എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആരാ? കൈനറ്റിക് എനർജി ഓഫ് എ ലിക്വിഡ് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് ½ mv² എന്നാണല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് എ ലിക്വിഡ് ½ mv² ആണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ ചെയ്ത പോലെ തന്നെ പെർ യൂണിറ്റ് മാസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ കൈനറ്റിക് എനർജിയെ മാസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ½ mv² ഡിവൈഡഡ് ബൈ ആരെന്ന് വരും? M എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കത് M ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് കിട്ടും? ആൻസർ ½ v² എന്ന് കിട്ടും. ½ v². അപ്പോൾ ഇതാണ് ആര്? കൈനറ്റിക് എനർജി ഓഫ് എ ലിക്വിഡ് പെർ യൂണിറ്റ് ആര്? മാസ്. അപ്പോൾ ഒരു യൂണിറ്റ് മാസിലുള്ള ലിക്വിഡിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആരാ? ½ v² ആണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഒരു എനർജി ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത്. എനർജി ഓഫ് എ ലിക്വിഡ്. അപ്പോൾ ഒരു മോഷനിലിരിക്കുന്ന ലിക്വിഡ് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് എനർജി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പ്രഷർ എനർജി. അതിൽ നമ്മൾ പ്രഷർ എനർജി എന്താണെന്ന് പറഞ്ഞു. ഒരു ലിക്വിഡിന് അതിൻ്റെ പ്രഷറിൻ്റെ ഫലമായിട്ട്, ഒരു ലിക്വിഡ് അത് എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷറിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജിയെ നമ്മൾ വിളിച്ച പേരാണ് പ്രഷർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രഷർ എനർജി നമ്മൾ പെർ യൂണിറ്റ് മാസ് എന്താണെന്ന് പിടിച്ചായിരുന്നു? P/ρ ആണെന്ന് പഠിച്ചു. പ്രഷർ ബൈ ഡെൻസിറ്റി ആണ് നമ്മൾ പഠിച്ചു. പ്രഷർ ബൈ ആരാണെന്ന് പറഞ്ഞു? ഡെൻസിറ്റി ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്ത നമുക്ക് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി
പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിന് അതിൻ്റെ ഹൈറ്റിൻ്റെയോ അല്ലെങ്കിൽ പൊസിഷൻ്റെയോ ഫലമായിട്ടുണ്ടാകുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിച്ചത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് GH ആണ്. അടുത്തത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു ലിക്വിഡിന് അതിൻ്റെ മോഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ½ ആണ്. ഓക്കെ, ഇത് മൂന്നാണ് പ്രധാനമായിട്ടുള്ള എനർജി, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് മോഷനിലിരിക്കുന്ന ഒരു ലിക്വിഡ് പ്രോസസ്സ് ചെയ്യുന്ന എന്താ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ 3 ടൈപ്പ് ഓഫ് എനർജിയുടെ എനർജി ഓഫ് എ ലിക്വിഡ് പഠിച്ചു, 3 ടൈപ്പ് ഓഫ് എനർജി പഠിച്ചു. അപ്പോൾ നമുക്കിതിൻ്റെ തുടരായിട്ട് പഠിക്കേണ്ടതാണ് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ബെർണോളിസ് തിയറം ആൻഡ് ഇറ്റ്സ് പ്രൂഫ്. അപ്പോൾ ബെർണോളിസ് തിയറം എന്ന് പറയുന്നത് ഈ 3 എനർജികൾ വെച്ചിട്ട് തന്നെയാണ്. ബെർണോളിസ് തിയറം പറയുന്നത് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിലിരിക്കുന്ന ഒരു ലിക്വിഡിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടോട്ടൽ എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് എന്നായിരിക്കും. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പഠിക്കാം. അതൊരു വലിയ ഡെറിവേഷനാണ്, അത് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കാര്യങ്ങളൊന്ന് നോക്കുക. ഞാൻ എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് നിങ്ങളടുത്ത് പറഞ്ഞു. ഒരു ലിക്വിഡിനകത്തുള്ള എല്ലാ പാർട്ടിക്കിളും സെയിം വെലോസിറ്റിയോട് കൂടിയും പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ മോഷനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വിളിച്ചത്. ഇനി അങ്ങനെ ഒരു ലിക്വിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് സെയിം വെലോസിറ്റിയോട് കൂടി അല്ല, അതുപോലെ പാരലുമായിട്ടല്ല മൂവ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടർബുലൻ്റ് ഫ്ലോ. ടർബുലൻ്റ് ഫ്ലോ എന്ന് നമ്മൾ വിളിക്കും, ടർബുലൻ്റ് ഫ്ലോ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോയും ഉണ്ട്, ടർബുലൻ്റ് ഫ്ലോയും ഉണ്ട്. ഒരു ലിക്വിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് സെയിം വെലോസിറ്റിയോട് കൂടിയും അതുപോലെ പാരലുമായിട്ടാണ് അതിൻ്റെ ലെയറുകൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ആ മോഷനെ നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്നും, ഇനി ആ ലിക്വിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് സെയിം വെലോസിറ്റിയോട് കൂടി അല്ല മൂവ് ചെയ്യുന്നതും, അതുപോലെ അവരെന്തല്ല എങ്കിൽ പാരലല്ല എങ്കിൽ അത്തരം ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടർബുലൻ്റ് ഫ്ലോ. ഓക്കെ, നമുക്ക് ബെർണോളിസ് തിയറം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നിങ്ങൾ എന്തായാലും ഇത് തൽക്കാലം ഒന്ന് കാണുക. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കാണണം.